ഹലോ എവ്രിവൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് കയ്യിലെ വെയിൻ കട്ട് ചെയ്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനത്തെ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്യും. അപ്പോൾ നമുക്കൊരു കോൾ ഫോർ വരും. അതേപോലെ ഞാൻ കാഷ്വാലിറ്റിയിലേക്ക് പോയപ്പം ഈ ചെറുപ്പക്കാരൻ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനുള്ള കാരണമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ എനിക്കൊരു ചാൻസ് തരണം, നിങ്ങളുടെ കഥയൊന്ന് എനിക്ക് കേൾക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞു. കിടക്കുന്ന ഒരു രീതിയിൽ നിന്ന് ഒന്ന് ബേക്കോട്ട് തിരിഞ്ഞ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് ജീവിക്കേണ്ട മാഡം, അത്രേ ഉള്ളൂ, എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. സാധാരണ ഒരു ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് വരുന്ന ഒരാളോട് പറയുന്ന മോട്ടിവേഷണലായ കൗൺസിലിംഗ് കാര്യങ്ങൾ ഞാൻ ആളോട് പറഞ്ഞു. ഒരു 5-10 മിനിറ്റ് സംസാരിച്ച് ഞാൻ എൻ്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് തിരിച്ചുപോയി. കയ്യിലെ മുറിവ് കുറച്ച് ഉണങ്ങി ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് എൻ്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് അയാളെ ഞാൻ വിളിപ്പിച്ചു. അയാൾ എൻ്റെ റൂമിലേക്ക് വന്നു. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളുടെ കഥ എനിക്ക് കേൾക്കണം, നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് പറയൂ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളിവിടെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും, രഹസ്യമായിട്ട് വെക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മാഡം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മളൊരു 8 വർഷത്തോളമായി നല്ല കമ്പനിയാണ്, നല്ല സുഹൃത്തുക്കളാണ്. ചെറുപ്പം മുതലേ സ്കൂൾ ടൈം മുതലേ ഞാനും അവനും ഒരുമിച്ചാണ് ഉണ്ടാവുക. അവനൊന്നെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോകും, അങ്ങനെയാണ്. ഞങ്ങളൊരു 7 വർഷത്തോളമായി പ്രണയത്തിലാണ് എന്ന് പറഞ്ഞു. വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ വിചാരം ഞങ്ങൾ ഫ്രണ്ട്സാണ് എന്നാണ്. ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നീടാണ് ഞങ്ങൾ പ്രണയത്തിലായത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ സെക്ഷൽ ലൈഫ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം പലതവണ ഉണ്ടായിട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ് ഈ മറ്റേ പാർട്ട്ണർ, ഇയാളുടെ മറ്റേ ഫ്രണ്ട് വിവാഹ കഴിച്ചു, വേറെ കല്യാണം കഴിച്ച് മൂവ് ഓൺ ചെയ്യാനായി തീരുമാനിച്ചു. ഈ കല്യാണം ഉറപ്പിച്ചത് മുതൽ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയായിരുന്നു ഇയാളുടെ പരാതി. അത് താങ്ങാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം എൻ്റെ അടുത്ത് ക്ലയൻറ്റ് ഇങ്ങനെ പറയായിരുന്നു, ഇത് വേറെ ആരോടെങ്കിലും പറയാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ഞാൻ തകർന്നു പോയില്ലായിരുന്നു, പക്ഷേ ഇത് ആരോടും പറയാൻ പറ്റില്ല. വീട്ടിൽ ആരെങ്കിലും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്താ വെച്ചാൽ ഹോമോസെക്ഷുവാലിറ്റി അത്രയും ഒരു ഇഷ്യൂ ആണ് നമ്മളുടെ നാട്ടിൽ. ഇയാൾ എനിക്ക് പാർട്ട്ണറെ ഫോൺ ചെയ്തു തന്നു. ഫോണിലൂടെ ഞാൻ സംസാരിച്ചു അയാളോട്. നാളെ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് എന്നെ കാണാൻ വരുമോ എന്ന് ചോദിച്ചപ്പം ഫോണിലൂടെ അയാൾ പറഞ്ഞു, ഞാൻ കാണാൻ വരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിവരങ്ങളും ഇവിടെ വളരെ രഹസ്യമായിട്ടായിരിക്കും വെക്കുക, ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അയാളെ വിളിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ എന്നെ ഈ പാർട്ട്ണർ കാണാൻ വേണ്ടിയിട്ട് വന്നു. കാണാൻ വന്നപ്പം പാർട്ട്ണർ പറഞ്ഞത്, മാഡം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോൾ വേറെ കല്യാണം കഴിച്ച് മൂവ് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചതാണ്. ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് കരയുക, ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ വാശി പിടിച്ച് എന്നെ ഇപ്പം തന്നെ വിളിക്കണം, കാണണം എന്നൊക്കെ പറഞ്ഞ് കരയുക, എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് പോലും ഒരു സമാധാനവും ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. 2 പേരെടുത്തും സംസാരിച്ച ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളുടെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത പയ്യൻ ഒരു ഹോമോസെക്ഷലാണ്, പ്യുവർലി ഹോമോസെക്ഷലാണ്. അതായത് സ്വന്തം ജെൻഡറിനോട് താല്പര്യം തോന്നുന്ന ഒരാൾ, പെണ്ണുങ്ങളോട് താല്പര്യം തോന്നാത്തയാൾ. എന്നാൽ പിന്നെ മറ്റേ പാർട്ട്ണർ ബൈസെക്ഷലാണ്, അതായത് ആണിനോടും പെണ്ണിനോടും ഒരേപോലെ തന്നെ താല്പര്യം തോന്നാവുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് എന്തായാലും കല്യാണം കഴിച്ച് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു 4-5 സെഷൻ നമ്മൾ സാധാരണ ഒരു ലവ് ബ്രേക്കപ്പിൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സൈക്കോതെറാപ്പിയും കൗൺസിലിങ്ങും ചെയ്തിട്ടാണ് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആളെ റെഡിയാക്കി കൊണ്ടുവന്നത്. അതിനുശേഷം ഇവർ 2 പേരും എന്തായാലും മുന്നോട്ട് പോകില്ല, സമൂഹം ഇവരെ എന്തായാലും വീട്ടുകാർ സമ്മതിക്കില്ല എന്നൊക്കെ 2 പേരും എന്നോട് പറഞ്ഞ സ്ഥിതിക്ക്, എന്നാൽ പിന്നെ 2 പേരും നമുക്ക് പിരിയേണ്ടതായ കാര്യങ്ങളിൽ 2 പേരും സ്ട്രോങ് ആക്കാൻ എന്താ ചെയ്യുക എന്നൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് 2 പേരെടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള സെക്ഷൽ ലൈഫ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ 2 പേർക്കും അതിന് സാധിച്ചില്ല. ഇവർ വീണ്ടും സെക്ഷൽ ലൈഫിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള വരുത്താണ് സെക്ഷൽ ലൈഫിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇനി കാണണ്ട, പുറമേ നിന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. മറ്റേ പാർട്ട്ണറോട് പെട്ടെന്നുള്ള ഒരു അവോയ്ഡിങ്, ഇയാളെ ഇങ്ങനെ ഇമോഷണലി ഡൗൺ ആക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി, എന്നൊരു അവോയ്ഡിങ് ചെയ്യേണ്ട, ഞാൻ പറയുന്നത് പോലെ നമുക്ക് സ്ലോലി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. 15 സെഷനോളം കഴിഞ്ഞതിന് ശേഷം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം, ഞാനും ഒരു കല്യാണം കഴിച്ച് മൂവ് ഓൺ ചെയ്യുകയാണെന്നാണ് എൻ്റെ തീരുമാനം. വീട്ടിൽ നിന്നിങ്ങനെ ഒരു പെൺകുട്ടിയുടെ അലയൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സ്വന്തം തീരുമാനം തന്നെ എടുക്കുക, സൂക്ഷിച്ച് ആലോചിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇയാളുടെ കല്യാണത്തിൻ്റെ ഒരു 4-5 ദിവസം മുമ്പാണ് ഞാൻ ഇവരെ 2 പേരെയും കണ്ടത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയില്ല.
ഒരു 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ മോളിൽ പോയ സമയത്ത് ഇവരെ രണ്ടുപേരും കൈ പിടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. സാധാരണ എല്ലാ സൈക്കോളജിസ്റ്റും ചെയ്യുന്ന പോലെ നമ്മളുടെ ക്ലയൻസിനെ പുറമേന്ന് കൺസൾട്ടിങ് റൂമിൻ്റെ പുറമേന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെയും കണ്ട പരിചയം പോലും നമ്മൾ കാണിക്കാറില്ല. അവർ രണ്ടുപേരും എന്നോട് ചിരിച്ചെങ്കിലും ഞാൻ തിരിച്ച് ചിരിച്ചില്ല. എവിടെയോ ഇവർ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. വേറെ ഇവരുടെ വിശേഷങ്ങളൊന്നും എനിക്ക് അറിയില്ല. പിന്നീട് എന്നെ കാണാൻ ഇവർ വന്നിട്ടില്ല. ഹോമോസെക്ഷുവാലിറ്റിയും ഹോമോസെക്ഷൽ കപ്പിൾസും കേരളത്തിൽ ഒരുപാടുണ്ട്. നമ്മളുടെ നാട്ടിലെ എതിർപ്പുകൾ കാരണം ഇവർ സമൂഹത്തിൽ ഒരു മുഖംമൂടി അണിഞ്ഞ് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ജീവിക്കുകയും മറ്റേ പാർട്ട്ണറെ വേറെ ഒളിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരുപാട് കപ്പിൾസ് നമ്മളുടെ നാട്ടിലുണ്ട്. നമ്മളുടെ നാട്ടിൽ അതിന് ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്തതാണ് ഇതിൻ്റെ കാരണം. ഡെവലപ്ഡ് ആയ ഒരുപാട് കൺട്രികളിൽ ഹോമോസെക്ഷുവാലിറ്റി വളരെ ആക്സെപ്റ്റഡ് ആയ ഒരു കാര്യമാണ്. അപ്പം അടുത്ത തിങ്കളാഴ്ച വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.